ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമ ഉണ്ടാക്കിയാലോ, തക്കാളി കുറുമ ഉണ്ടാക്കിയാലോ. അതിന് ആവശ്യമുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്ക, കസ്കസ്, കുറച്ച് പൊട്ടിക്കടല, തക്കാളിയുടെ കൂടെ ഇതൊക്കെ നമ്മൾ ചേർത്ത് അരയ്ക്കുക. കുറച്ച് തേങ്ങയും ചേർത്ത് നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചതോടെ മാറ്റി വെച്ചിട്ട് ഒരു ചീനിച്ചട്ടിയിൽ സവാള, എണ്ണ ഒഴിച്ച ശേഷം സവാള ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക്, ബേ ലീഫ്, ബിരിയാണി ഇല, പിന്നെ 2 പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടോളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. ഇവയൊക്കെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അരച്ച തക്കാളി പേസ്റ്റ്, തക്കാളിയും തേങ്ങയും കൂടി അരച്ചത് നമ്മൾ ചേർക്കുക. അതൊരു തള വരുമ്പോൾ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നല്ല തിളപ്പിക്കാം. കറി ഒന്നുകൂടി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് വീണ്ടും ചേർത്തു. ഉപ്പ് ചേർക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല തിള വരുമ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തു. ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇഡ്ഡലിൻ്റെ കൂടെ ദോശയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു കുറുമയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.